ഒരു ക്യാരം ബോളിൽ 50ലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഗില്ലിനെ പുറത്താക്കി പാകിസ്ഥാൻ ബൗളർ അതിലഹങ്കരിച്ച് മുഖം കൊണ്ട് പുറത്തേക്ക് പോകൂ എന്ന തരത്തിൽ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ രംഗം കണ്ട ഓരോ ഇന്ത്യൻ ആരാധകൻ്റെയും രക്തത്തിൽ ചൂട് പിടിച്ചു കാണും. പക്ഷേ എൻ്റെ ശ്രദ്ധ മറ്റൊരിടത്തേക്കായിരുന്നു. അന്നേരം നോൺ സ്ട്രൈക്കറിൽ അത് കണ്ടു നിന്നിരുന്ന മറ്റൊരാളിൽ. അയാൾക്കിതൊന്നും ആദ്യ അനുഭവമാകില്ലല്ലോ. ഇങ്ങനെയൊന്ന് കണ്ടാൽ അതിന് മറുപടി നൽകുവാൻ അയാൾ എന്നും പിച്ചിൻ്റെ മറുവശത്ത് മൗനമായി നിലയുറപ്പിക്കുകയാണല്ലോ പതിവ്. പിന്നീടാണല്ലോ എല്ലാത്തിനും അയാൾ മറുപടി നൽകുവാൻ തയ്യാറെടുക്കുന്നത്. അങ്ങനെ എത്ര രാത്രിയുടെ കഥ അയാൾക്ക് പറയാനുണ്ട്. എന്നിട്ടും അന്ധത ബാധിച്ചവർ അയാൾക്ക് മുന്നിൽ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പാകിസ്ഥാനുമായി ഇന്ത്യ എന്ന് മത്സരിക്കുമ്പോഴും അയാൾ പറയാതെ പറഞ്ഞു വയ്ക്കുന്ന ചില വാക്കുകളുണ്ട്. ഒരു വശത്ത് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളൊരിക്കലും ആത്മവിശ്വാസത്തെ എടുത്തണിയാതിരിക്കുക. കാരണം അന്ത്യത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെയും ആത്മവിശ്വാസത്തെയും ഞാൻ ഉടച്ചു കളയുമെന്ന് തീർച്ചയാണ്. അത് ഇന്നേ വരെ വിമർശിച്ചവരുടെയും അവസാനിപ്പിച്ച് പോകാൻ വരെ കൽപ്പിച്ചവർക്ക് മുന്നിലും അയാൾ ഉയർത്തി നിൽക്കുന്നത് മറ്റൊരു 3 അക്കം തികച്ചുകൊണ്ടാണ്. അതും ചിരവൈരാഗികൾക്ക് മുന്നിൽ. ഒരുപക്ഷെ മനുഷ്യൻ കാലാകാലങ്ങളിൽ ദൈവമായി ഉയരുന്നതാണെങ്കിൽ ആ ചിന്ത ഒരു മനുഷ്യനിലുണ്ടാക്കുന്ന പ്രചോദനം വളരെ വലുതാകുമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിപ്പോകാറുണ്ട്. അങ്ങനെ വന്നാൽ ഒരു മനുഷ്യന് സാധിക്കാത്തതായി എന്താണ് ഈ ഭൂമിയിലുണ്ടാകുക? എന്നാൽ ഇന്ത്യൻ ആരാധകർക്ക് അയാൾ ദൈവമായി ഉയരണമെന്നുണ്ടായിരുന്നില്ല. ഒരു മനുഷ്യനായി തന്നെ അസാധ്യങ്ങളെ അയാൾ പലവട്ടം സാധ്യമാക്കിക്കൊണ്ടേയിരുന്നു. ഇന്നോളം ഓരോ മൈതാനങ്ങളിലും ആപത്ഘട്ടങ്ങളിൽ അയാൾ അവതരിച്ചു കൊണ്ടേയിരിക്കുന്നു. അവസാനിക്കാത്ത ആഴിപോൽ 36ലും ഇന്നും അയാൾ ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് സാക്ഷാൽ വിരാട് കോഹ്ലി. ഇന്നോളം വരെ അയാളിൽ വന്ന് പ്രതിച്ചുകൊണ്ടിരുന്ന ക്രൂരമ്പുകൾക്കൊന്നും അയാളെ മുറിവേൽപ്പിക്കുവാൻ പോന്ന ശേഷി ഉണ്ടായിരുന്നില്ല. മഹായുദ്ധങ്ങളിൽ അയാളെന്നും പുനർജനിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ഇന്ന് ചാമ്പ്യൻസ് ലീഗ് ട്രോഫിയുടെ മൈതാനത്ത് പഴയ പലതിനെയും മറന്ന മറവി രോഗം പിടിപെട്ട പാകിസ്ഥാനികൾക്ക് മുന്നിൽ അയാളത് വീണ്ടും റിക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സെഞ്ചുറിയുടെ അകമ്പടിയോടെ അവരുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗതയെ നിയന്ത്രിക്കുന്നുണ്ട്. വിശ്വാസങ്ങളെ ശിഥിലമാക്കി കളയുന്നുണ്ട്. ദർശിക്കുക, അയാളെന്നും അപരാജിതനാണ്. അയാളെ കീഴ്പ്പെടുത്തണമെങ്കിൽ അയാൾക്കത് സ്വയം തോന്നുക തന്നെ വേണം. അയാൾ വീണതിന് ശേഷമേ നിങ്ങൾക്ക് ഇന്ത്യ എന്ന രാജ്യത്തെ കീഴ്പ്പെടുത്താൻ പോലും ആകൂ. ഒരുപക്ഷെ ഇതയാളുടെ കരിയറിലെ അവസാന ഏകദിന മത്സരങ്ങളാകാം. ശേഷം അയാൾ ഈ കുപ്പായം ഊരിവെക്കുമായിരിക്കും. പക്ഷേ അതുവരെ ഇന്ത്യയുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ചുമലിലേറ്റിക്കൊണ്ട് അയാൾ ഓരോ പോരാട്ടങ്ങൾക്ക് മുന്നിൽ മുൻനിരയിൽ നിലയുറപ്പിച്ച് നിൽക്കുന്നുണ്ടാകും. വിരാടിസം തുടർന്നുകൊണ്ട്. യെസ്, എ കിങ്, ഓൾവേസ് എ കിങ്. ദ മാൻ വിരാട് കോഹ്ലി.